ഹലോ ഓൾ, ഐ ആം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് എൻ്റെ നീറ്റ് 2025 ഞാൻ റിപ്പീറ്റ് ചെയ്ത സ്റ്റോറി, ഞാൻ എന്തുകൊണ്ട് ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ വീണ്ടും സെലക്ട് ചെയ്തു, ആൻഡ് ദീസ് മെനി ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ ഷോർട്ട് വീഡിയോ. സോ വെൽക്കം ടു ഓപ്റ്റിമിസ്റ്റിക് യു. സോ ബേസിക്കലി ഞാൻ ചെറിയൊരു നോട്ട്സ് പോലെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഞാൻ എന്തൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത് ആൻഡ് ഒരു പോയിന്റ് മിസ് ഔട്ട് ആവരുതെന്ന് എനിക്ക് തോന്നി. ആൻഡ് യെറ്റ് ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക് ഇൻ ദി കോമെന്റ് ബോക്സ് സോ ദാറ്റ് ഐ ക്യാൻ റിപ്ലൈ. ഓക്കെ, ഞാൻ ഓരോരോ പോയിന്റ്സ് ആയിട്ട് പറയാം. അതായിരിക്കും എനിക്ക് പറയാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഈസി ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടോക്ക് അബൌട്ട് ദ ഫാക്കൽറ്റീസ് ആൻഡ് ടീച്ചിങ് സ്റ്റൈൽസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ബിഫോർ ദാറ്റ് ഞാൻ പറയാം, ഞാൻ ആക്ച്വലി നീറ്റ് 2024 ഞാൻ അപ്പിയർ ചെയ്തിരുന്നു ആൻഡ് ഞാൻ +2 പാസ് ഔട്ട് ആയത് 23-ലാണ്. ആൻഡ് ഞാൻ ആ ടൈമിൽ ഞാൻ നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ദാറ്റ് ഇസ് 23-ലെ നീറ്റ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ കുറച്ച് പെർഫെക്ഷനിസ്റ്റിന്റെ ആളാണ്. അന്ന് എൻ്റെ വീട്ടുകാരൊക്കെ മാക്സിമം എന്നെ പുഷ് ചെയ്തിരുന്നു, നീ വെറുതെ എങ്കിലും ഒന്ന് നീറ്റ് എഴുതി നോക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല, ഞാൻ വെറുതെ ഒന്നും പഠിക്കാതെ എനിക്ക് എഴുതണ്ട. ബിക്കോസ് ഞാൻ ആ ടൈമിലൊന്നും ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ പോയി ഇനി അഡ്മിഷൻ ഫീസും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ കളഞ്ഞ് വെറുതെ എഴുതി നോക്കണ്ട, എന്തായാലും കിട്ടൂല എന്ന് ഉറപ്പായിരുന്നു. പക്ഷെ അതായിരുന്നു എൻ്റെ ഏറ്റവും ഫസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് ഐ ഡിഡ്. വെറുതെ എങ്കിലും നീറ്റ് എഴുതണമായിരുന്നു. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഐ ചോസ് ടു റിപ്പീറ്റ് ഇൻ സൈലം. ആദ്യം ഞാൻ സൈലം കോഴിക്കോടാണ് പോയത്. ബട്ട് അവിടുത്തെ ലാംഗ്വേജ് എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ തന്നെ ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്. എനിക്കും ഹോസ്റ്റൽ പൊതുവെ എനിക്ക് അത്ര സിങ്ക് ആയി പോവാറില്ല. സോ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ എന്നല്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള എനിക്ക് എന്നെ മാക്സിമം ഞാൻ പുട്ട് ഓൺ ചെയ്യണമെങ്കിൽ എനിക്കൊരു സോണുണ്ട്. അപ്പോൾ സോ അതിൻ്റെ ഉള്ളിൽ നിന്നാൽ മാത്രമേ എനിക്കും ഫുൾ പൊട്ടൻഷ്യലിൽ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അവിടുത്തെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തു. ആൻഡ് സൈലം കോഴിക്കോട് ഞാൻ വെക്കേറ്റ് ചെയ്തിട്ട് തിരിച്ച് എൻ്റെ നാട്ടിൽ തന്നെ, ദാറ്റ് ഇസ് ട്രിവാൻഡ്രത്ത് തന്നെ ഞാൻ വന്നു. 24-ലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ അവിടെ വന്നിട്ട് ആക്ച്വലി ഐ ചോസ് സൈലം TVM. ട്രിവാൻഡ്രത്ത് തന്നെ പോയി. എനിക്ക് അപ്പോഴും എൻ്റെ വീടും ആക്ച്വലി ക്യാമ്പസും തമ്മിൽ ഓൾമോസ്റ്റ് ഒരു 15-20 കിലോമീറ്റേഴ്സിന്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒരു ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു. എനിക്ക് ലൈക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, എനിക്ക് ഹോസ്റ്റൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലുതായിട്ട് ഇഷ്ടമുള്ള ഒരാളല്ല. സോ എനിക്ക് അവിടുത്തെ റൂൾസിലും ലൈക്ക് അവർ പറയുന്ന ടൈമിൽ പഠിക്കണം, പിന്നെ അവർ പറയുന്ന ടൈമിൽ ഫുഡ് കഴിക്കണം, അലക്കണം, ആ പരിപാടിയൊന്നും ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു ഇതിന് മാച്ചായി പോകുന്നതുണ്ടായിരുന്നില്ല. അത് പിന്നെ എനിക്ക് വീണ്ടും ടെൻഷൻ വരത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലല്ല നിന്നത്, ആക്ച്വലി ഒരു PG എടുത്തായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് കഴിഞ്ഞ വർഷം ഞാനൊരു സെപ്റ്റംബർ വരെയൊക്കെ നിന്ന്, എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ആൻഡ് വീട്ടിൽ വന്നിട്ടായിരുന്നു ബാക്കി എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അതിനുശേഷം ഞാൻ പിന്നെ എക്സാം എഴുതി, ദാറ്റ് ഇസ് 24-ലെ എക്സാം എഴുതി. എനിക്ക് എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഞാൻ ആക്ച്വലി കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടില്ല, ആസ് വെൽ ആസ് അതിൻ്റെ പെർഫോമൻസിനെയും. ദാറ്റ് ഇസ് ലാസ്റ്റ് May 5-നായിരുന്നു 24-ലെ എക്സാം, 2024-ലെ. അപ്പോൾ ആ ഡേയും എനിക്ക് എൻ്റെ പറഞ്ഞതുപോലെ എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എൻ്റെ 100% എന്തായാലും ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രിപ്പറേഷനിൽ ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലൈക്ക് എനിക്ക് പ്രതീക്ഷ പോലെ ഒരു മാർക്കും കിട്ടിയില്ല. അപ്പോൾ ഐ തോട്ട് എനിക്ക് 2 ഓപ്ഷൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒന്ന് എബ്രോഡ് പോകാന്നുള്ളത്, 2 റിപ്പീറ്റ് ചെയ്യാന്നുള്ളത്. സോ ആക്ച്വലി എബ്രോഡ് പോകാൻ വേണ്ടി കുറേയൊക്കെ നോക്കി, പിന്നെ അത് വേണ്ടെന്ന് തന്നെ വെച്ചു. ദെൻ സെക്കൻഡ് ചോയ്സ് ആയിട്ടുള്ള റിപ്പീറ്റിന് ഞാൻ പോയി. ഓക്കെ, എൻ്റെ സെക്കൻഡ് ചോയ്സ് ആയിട്ടുള്ള റിപ്പീറ്റിന് ഞാൻ ജോയിൻ ചെയ്തു. റിപ്പീറ്റിന് ഞാൻ വീണ്ടും സൈലം തന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം, ഓൾറെഡി ഞാൻ എൻ്റെ 24-ലെ സൈലം നീറ്റ് ജേർണി ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡഡ് ആണ്. സോ അത് നിങ്ങൾക്ക് നോക്കാമെങ്കിൽ യു ക്യാൻ ആക്ച്വലി ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് അതിൽ നിന്നും എനിക്ക് തോന്നുന്നു ഒരു മേജർ ചേഞ്ചസ് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ബിക്കോസ് അന്ന് പഠിച്ചതുപോലെ അല്ല, അതിൻ്റെ ഒരു മേ ബി ഒരു 4 or 8 ടൈംസ് മോർ സ്ട്രെങ്തിലാണ് ഞാൻ ഇപ്രാവശ്യം പഠിച്ചത്. പിന്നെ അവിടുത്തെ ഇപ്രാവശ്യം ഞാൻ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ എൻ്റെ മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബെറ്റർ പെർഫോമൻസ് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റി ത്രൂ ഔട്ട് ദി പ്രിപ്പറേഷനിലാണെങ്കിലും.
അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ വീഡിയോയെക്കാട്ടിലും മേജർ ആയിട്ടുള്ള കുറെ ചേഞ്ചസ് ഈ വീഡിയോയിൽ എന്തായാലും ഉണ്ട്. 2025 നീറ്റ് എഴുതാനും കോച്ചിങ് ആയിട്ട് സൈലം ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫസ്റ്റ് റീസൺ എനിക്ക് അവിടുത്തെ ഫാക്കൽറ്റീസിനെ ആക്ച്വലി നന്നായിട്ട് ക്ലാസ് എടുക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് സ്കോളർഷിപ്സ് ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു സിൻസ് ഫസ്റ്റ് ഇയറും അവിടെ തന്നെ പഠിച്ചതുകൊണ്ട്. സെക്കൻഡ് ഇയറിൽ വന്നപ്പോൾ ഏകദേശം 1 lakh അടുപ്പിച്ച് കോച്ചിങ് ഫീസ് ആയെങ്കിൽ പോലും അതിലെനിക്ക് തോന്നുന്നു ഒരു 50,000 60,000 എങ്ങാണ്ട് മാത്രമേ വിത്ത് മെറ്റീരിയൽസ് എല്ലാം തന്നെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഈ 2 കാരണങ്ങളും പിന്നെ എന്തുകൊണ്ടോ സൈലം എനിക്ക് ആക്ച്വലി ഇഷ്ടമായിരുന്നു. ആ റീസൺസ് കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ദാറ്റ് ഈസ് ഈ വർഷം നീറ്റ് എഴുതാനും ആക്ച്വലി സൈലം തന്നെ ചൂസ് ചെയ്തത്. സോ ഇനി നമുക്ക് നമ്മുടെ ഓരോ പോയിന്റ്സിലോട്ട് മൂവ് ചെയ്യാം. ഫാക്കൽറ്റീസ് ആൻഡ് അവിടുത്തെ ടീച്ചിങ് സ്റ്റൈൽസ്. അപ്പോൾ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി നല്ല ഫാക്കൽറ്റീസ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉള്ളതുപോലെ തന്നെ കുറച്ച് എല്ലാം നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. 1-2 പേര് ചിലപ്പം അത്രയ്ക്ക് നന്നായിട്ട് പഠിപ്പിക്കുന്നു. ഹൈബ്രിഡ് സിസ്റ്റം ആയിരുന്നല്ലോ, ദാറ്റ് ഈസ് 1 day ഓൺലൈൻ ആൻഡ് 2nd day ഓഫ്ലൈൻ എന്ന രീതിയിലായതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ആക്ച്വലി നമ്മൾ പോകുമ്പോൾ നന്നായിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ്. ആൻഡ് പിന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഉള്ളതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ദർ ആർ 1 or 2 ടീച്ചേഴ്സ് നമുക്ക് അത്ര പഠിപ്പിക്കുന്ന അത്ര ബോധിക്കാത്ത ടീച്ചേഴ്സും ഉണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ഒരു 90% ഓഫ് ആൾക്കാരും നല്ലത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡൗട്ടൊക്കെ ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ ആക്ച്വലി ഫാക്കൽറ്റീസിന്റെ ഷോർട്ടേജ് അനുഭവപ്പെടാറുണ്ടായിരുന്നു. ഈവൻ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ദാറ്റ് ഫാക്കൽറ്റീസ് എപ്പോഴും സ്റ്റാഫ് റൂമിൽ അവൈലബിൾ ആവണമെന്നില്ല. ടുവേർഡ്സ് ഒരു മിഡിലൊക്കെ ആയപ്പോഴത്തേനും ആദ്യം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോഴത്തേനും നമുക്ക് ഡൗട്ട് ചോദിക്കാൻ ഒരു അലോക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. അപ്പൊ ആ ടൈമിൽ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഫാക്കൽറ്റീസ് കാണില്ല സ്റ്റാഫ് റൂമിൽ. അപ്പം അതൊരു വളരെ ഒരു ഡിസപ്പോയിന്റിങ് ആയിട്ട് തോന്നി. ആൻഡ് അതർവൈസ് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കും. നമുക്ക് എത്ര ക്ലാസ്സിൽ വെച്ചാണെങ്കിലും അല്ലാണ്ട് നമുക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു തരും. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനാണെങ്കിൽ അവരും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈവൻ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് പോർഷൻസ് നമുക്ക് മനസ്സിലായില്ല അതൊന്നുകൂടെ പറഞ്ഞുതരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആക്ച്വലി ടീച്ചേഴ്സ് വെരി ജെന്റ്ലി വെരി കൈൻഡ്ലി ആയിട്ട് അവർ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്ത് നല്ല രീതിയിൽ അത് പറഞ്ഞു തരും. അത് ഫാക്കൽറ്റീസ് എനിക്ക് ആക്ച്വലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു സൈലത്തിലത്, എസ്പെഷ്യലി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്. എനിക്കത് എടുത്ത് പറയണമെന്ന് തോന്നി. ഓക്കെ, അടുത്ത സ്റ്റഡി അവേഴ്സ് ആൻഡ് ബ്രേക്സിനെ കുറിച്ച് ഞാൻ ഒരു അല്ലെങ്കിൽ ആ ഒരു ഓഫ്ലൈൻ ഡേ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഞാൻ പറയാം. ആക്ച്വലി 8:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 8:30 to 9 വരെ ആക്ച്വലി നമുക്ക് എല്ലാ ദിവസവും ഇവിടെ എനിക്കൊന്നും ഒരു 90+ ഡേയ്സ് തന്നെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. സോ അത്രയും ദിവസവും നമുക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ ആക്ച്വലി നമുക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യും. ഒരു എക്സാം പോലും നമുക്ക് മിസ്സാക്കാൻ വേണ്ടി പറ്റില്ല. ആൻഡ് അവരും മിസ്സാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ന് പോയാലും നമ്മുടെ തലേദിവസം ഓൺലൈൻ ഡേ നമ്മൾ എന്ത് പഠിക്കുന്നോ അതിന്റെ സെയിം കാര്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേന്ന് എക്സാം നടത്തും. അപ്പൊ അതാണ് രാവിലത്തെ അരമണിക്കൂറുള്ളത്. പിന്നെ ഒരു 10 minutes ബ്രേക്ക് കാണും. പിന്നെ പറയാനുള്ളത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും ആക്ച്വലി 2 hours ലെക്ചർ ആയിരിക്കും. അത് 2 hours ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1 hour കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 10 minutes എല്ലാം ബ്രേക്ക് കാണും. പിന്നെ വീണ്ടും ഒരു 10 minutes അല്ല 10 or 5 minutes ബ്രേക്ക് കാണും. പിന്നെ നെക്സ്റ്റ് 1 hour പഠിപ്പിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് 2 hours. പിന്നെ ബയോളജി ആയാലും 2 hours, അതായത് ബോട്ടണി 1 hour, സുവോളജി 1 hour. അങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി അവേഴ്സിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് ബ്രേക്സ് ഒന്നും വലുതായിട്ടില്ല. ആക്ച്വലി ലഞ്ച് ബ്രേക്ക് ഒരു ഹാഫ് ആൻ അവർ കാണും. ബാക്കിയെല്ലാം പിന്നെ ആക്ച്വലി ഒരു ബ്രേക്കും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഫോർ 15 or 10 minutes. അത്രേ ഉള്ളൂ. സോ ടോട്ടൽ 6 hours ആയിരിക്കും. 2 hours ഈച്ച് ഫോർ 3 subjects. ആൻഡ് എങ്ങനെ ഒരു ലെസ് ദാൻ ഒരു 45 minutes ഒക്കെ കാണുള്ളൂ എല്ലാ ബ്രേക്കും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ. സോ അങ്ങനെയാണ് ക്ലാസ് അവേഴ്സ് ആൻഡ് ബ്രേക്സിന്റെ കാര്യങ്ങൾ. ഞാൻ DTSന്റെ കാര്യം പറഞ്ഞു, ദാറ്റ് ഈസ് ഡെയിലി ടെസ്റ്റ് സീരീസിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന സെയിം കണ്ടന്റ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് വീണ്ടും പിറ്റേന്ന് ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുമ്പോൾ ഇടും. പിന്നെ പറയാനുള്ളത് അവിടുത്തെ ചാപ്റ്റർ വൈസ് എക്സാം ആണ്.
ചാപ്റ്റർ വൈസ് എക്സാം തുടക്കത്തിലൊക്കെ നല്ലോണം ചാപ്റ്റർ വൈസ് എക്സാം ഇട്ടിരുന്നു. ദാറ്റ് ഇസ് കെമിസ്ട്രിയിലാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സ് ആയാലും സ്ട്രക്ചർ ഓഫ് ആറ്റം ആയാലും അല്ലെങ്കിൽ പ്ലാൻ കിങ്ഡം, അങ്ങനെ നമ്മുടെ +1 ഒരു 3 ചാപ്റ്റേഴ്സ് വരെയൊക്കെ കറക്റ്റ് ആയിട്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചാപ്റ്റർ വൈസ് എക്സാം എന്ന് പറഞ്ഞ് നടത്തും. സോ അതൊക്കെ ആദ്യമേ കുറച്ചൊക്കെ നല്ല വൃത്തിയിൽ നടത്തിയിരുന്നു. പിന്നെ ആയപ്പോഴത്തേനും ആ ഒരു പരിപാടിയെ സ്റ്റോപ്പ് ചെയ്തു. ചാപ്റ്റർ വൈസ് എക്സാം എന്ന് പറഞ്ഞൊരു കാര്യം ഇട്ടിട്ടില്ല. ആണ് ചാപ്റ്റർ വൈസ് എക്സാമിന്റെ കഥ. ഇപ്പം ആക്ച്വലി അഡ്വർടൈസ്മെന്റിലൊക്കെ അവര് നല്ലോണം പൊക്കി പറയുന്നുണ്ട് എന്താണ് എക്സാംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടത്തുമെന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ ഈ BTSനൊന്നും ഒരു മാറ്റം അവർ വരുത്തിയിട്ടില്ല. പക്ഷേ ഈ ചാപ്റ്റർ വൈസ് എക്സാം അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യം തുടക്കത്തിൽ മാത്രമേ നല്ല ആവേശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. പിന്നെ വരുന്നതാണ് അവിടുത്തെ GIB എക്സാംസ്. GIB എക്സാംസ് അവർ ആക്ച്വലി നല്ല റിലീജിയസ്ലി തന്നെ ഡെഡിക്കേറ്റഡ്ലി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അത് നമുക്കായാലും അവർക്കായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് GIB എക്സാംസ്. അത് ആക്ച്വലി നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സ് തന്നെ ആയിരിക്കും, ഓഫ്ലൈൻ ക്യാമ്പസ് തന്നെ ആയിരിക്കും നമ്മുടെ സെന്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ചെന്ന് എഴുതാം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറെ മാസങ്ങളിലൊക്കെ എല്ലാ അവസാനത്തെ സൺഡേസിലും ആയിരുന്നു എക്സാംസ് നടത്തിക്കൊണ്ടിരുന്നത്. പർട്ടിക്കുലർ കുറെ ചാപ്റ്റേഴ്സ് കാണും. ഫിസിക്സിൽ നിന്ന് ഒരു 3-4 ചാപ്റ്റേഴ്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ കാണും. എന്നിട്ട് അതത്രയും വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സാം നടത്തും. GIB കുറിച്ച് മേ ബി എല്ലാവർക്കും അറിയാം. അപ്പൊ അതൊക്കെ ആദ്യമേ ഫിക്സ്ഡ് ആയിരുന്നു. ദാറ്റ് ഇസ് ആ മാസത്തിലെ ഏറ്റവും ലാസ്റ്റത്തെ സൺഡേ നടത്തുമെന്നുള്ള രീതിയിൽ. പിന്നെ ആയപ്പോഴത്തേനും GIB എക്സാംസ് ഒക്കെ നടത്തും, പക്ഷെ ആ ട്രെൻഡ് അല്ലായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ലൈക്ക് തോന്നുമ്പോൾ നടത്തുക അങ്ങനെ ഒരു ഇതായിരുന്നു. ബട്ട് എനിവേസ് നടത്തുമായിരുന്നു GIB എക്സാംസ്, ആൻഡ് അത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമാണ് അവരത് പബ്ലിഷ് ചെയ്യുന്ന റാങ്ക്, റിസൾട്ട് ആൻഡ് ബാക്കി പോസ്റ്റ് എക്സാംസിന്റെ കാര്യങ്ങളൊക്കെ. അത് പറയുമ്പോൾ മേ ബി ഞാൻ കേട്ടിട്ടുണ്ട് ബ്രില്യന്റിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അന്നോ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ ആയിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് റിസൾട്ട് ഒക്കെ ഓൾമോസ്റ്റ് ആ സെന്ററിൽ എഴുതിയ എല്ലാ കുട്ടികളെയും വെച്ചിട്ടായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഞാൻ കണ്ട ഒരു മേജർ ഫോൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് വരുന്നത്. മേ ബി ഒരു 1 വീക്ക് ഒക്കെ കഴിയുമായിരിക്കും. ദെൻ ഇപ്പൊ നമ്മുടെ സെന്ററിൽ ഇപ്പൊ ഒരു 300 കുട്ടികളാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ആ 300 കുട്ടികളുടെ ബേസിസിൽ മാത്രമായിരിക്കും റാങ്ക് വരുന്നത്. പക്ഷെ എനിക്ക് അത് അത്ര സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. ബിക്കോസ് നമ്മൾ ആ 300 കുട്ടികളിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ലല്ലോ നമ്മളിപ്പോ എഴുതുമ്പോൾ ഒരു കേരളം മുഴുവനോ അല്ലെങ്കിൽ ഹോൾ ഓഫ്ലൈൻ സെന്റേഴ്സ് ലൈക്ക് സൈലത്തിന്റെ എല്ലാ ഓഫ്ലൈൻ സെന്റേഴ്സിലെയും കുട്ടികളുടെ ഇടയ്ക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് വേണ്ടത്. അപ്പം അതെനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. ദാറ്റ് കുറച്ച് കുട്ടികളുടെ ഇടയിൽ വെച്ച് മാത്രം അവർ റാങ്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരു സിസ്റ്റം എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. ആൻഡ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ മെന്റർഷിപ്പ്. അവർ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ദേ ആർ അട്ടർ ഫെയിലിയർ. എനിക്കത് തുറന്നു പറയുന്നതിൽ എനിക്കൊന്നുമില്ല, ബിക്കോസ് ഞാൻ ഫീസ് കൊടുത്ത് തന്നെയാണ് അവിടെ പഠിച്ചത്. ബട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റിലും അല്ലെങ്കിൽ അവര് പബ്ലിസിറ്റി ചെയ്യുന്നത് പോലെയുള്ള ആയിട്ടുള്ള മെന്റർഷിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ആരും അവിടെ പോണ്ട. ഇപ്പൊ നമ്മള് നമുക്ക് എക്സാം എഴുതാനാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ തന്നെ ഒരു ഡ്രീമാണ് ദാറ്റ് ആ 1 ഇയർ നമ്മൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് അതിന് അത്രയും സ്ട്രോങ് ഇന്റൻസിറ്റിയിൽ പിടിച്ചുകൊണ്ട് പോകണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് വി ആർ ഹ്യൂമൻസ്. എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഒരു പോയിന്റിൽ ചിലപ്പോൾ ഡൗൺ ആവും. ആ ഡൗൺ ആവുന്നത് നമ്മൾ വീണ്ടും ആ ഫോൾ ആയതിനെ വീണ്ടും നമ്മൾ റൈസ് ചെയ്ത് എഴുന്നേക്കുക എന്നുള്ളതാണ് നമ്മുടെ ആക്ച്വലി സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷെ അത് മിക്കപ്പോഴും ചിലപ്പോൾ അത് ആ ഫോൾ ആയി കിടക്കുന്നത് ചിലപ്പോൾ ഒരു 1 വീക്കോ 2 വീക്സോ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. അത്രയും നമുക്ക് തന്നെയാണ് അവിടെ പെൻഡിങ് ആവുന്നത്. അപ്പൊ അവിടെയാണ് ആക്ച്വലി ഒരു മെന്ററിന്റെ അല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണലൈസ്ഡ് ഒരു മെന്റർഷിപ്പിന്റെ ഒരു ക്വാളിറ്റി അവിടെ എൻഹാൻസ് ആവുന്നത്. ഇവിടെ വരുമ്പോൾ ആക്ച്വലി അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ പ്രതീക്ഷിച്ച് വരണ്ട. നിങ്ങൾക്ക് ആരും അങ്ങനെ അടുത്തിരുന്നിട്ട് ഓക്കെ അല്ലേ അല്ലെങ്കിൽ എന്താണ് മാർക്ക് എന്താ ഇപ്പം കുറഞ്ഞു പോയത് അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഇംപ്രൂവ് ചെയ്യണം, എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, അങ്ങനെ ഒന്നും ചോദിക്കാനായിട്ട് അവിടെ ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ ആയിരിക്കണം പഠിക്കേണ്ടത്. സോ അതാണെന്ന് തോന്നുന്നു ഇവര് ലൈക്ക് സ്ട്രെസ് ഫ്രീ ക്യാമ്പസ് ആൻഡ് ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയറിൽ പഠിക്കാം എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതാണെന്ന്. ടുവേർഡ്സ് എൻഡ് ആയപ്പോൾ ഞാൻ BTSലും ജോയിൻ ചെയ്തിരുന്നു. ദാറ്റ്സ് ബ്രില്യൻ ടെസ്റ്റ് സീരീസിൽ. അവിടെ എനിക്കൊരു മെന്റർ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഒരു ക്ലാസ് ടീച്ചർ എന്ന് പറയും. ആ ക്ലാസ് ടീച്ചർ എല്ലാം പക്കയായിട്ട് ഇപ്പൊ ഞാൻ ആക്ച്വലി വെച്ച് കമ്പയർ ചെയ്യുന്നത്
ഞാൻ BTS ജോയിൻ ചെയ്ത ആ ക്ലാസ് ടീച്ചറും ആൻഡ് എൻ്റെ ഒരു ഫുൾ നീറ്റ് 2025 ഫുൾ എൻട്രൻസ് കോച്ചിങ്ങിൽ ഉണ്ടായിരുന്ന എന്താണ് മെന്ററിനെയാണ് ഞാൻ ഇപ്പൊ ആക്ച്വലി കമ്പയർ ചെയ്യുന്നത്. നോട്ട് കമ്പാരിസൺ, അവിടുത്തെ ക്വാളിറ്റീസ് ആണ് ഇപ്പൊ ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, BTS ഉണ്ടായിരുന്ന ടീച്ചർ ഒരു എക്സാം എഴുതില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. ആൻഡ് മാർക്ക് കുറഞ്ഞോ, എനിക്ക് എന്താ കുറഞ്ഞോ എന്ന് ചോദിക്കും. അതെങ്ങനെയാ നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ് ചെയ്യിക്കാന്ന് പറയും. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ, ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്താണ് കിട്ടിയോ എന്നൊക്കെയുള്ള ഒരു ഫുൾ ഓൺ ചെക്ക് നമുക്ക് തരും. പക്ഷെ ഇവിടുത്തെ മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ഒട്ടും നീയെന്നല്ല, എന്റെ ഫ്രണ്ട്സിന് പോലും പലപ്പോഴും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, മെന്റർ ഇസ് വെരി ഒരു തീരെ ക്വാളിറ്റി ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ഇത് തന്നെയായിരുന്നു. എനിക്ക് പറയുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ ലൈക്ക് കറക്റ്റ് ആയിട്ട് എക്സാംസ് നടത്തും. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഒന്നും എക്സാംസ് ഉള്ളത് കൊണ്ട് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്ന് എക്സാംസ് നടത്തും. ആൻഡ് എന്താണ് ബാക്കി അങ്ങനത്തെ പെരിഫറൽ ആയിട്ടുള്ള ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ മെന്റേഴ്സിനെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവും ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ അഡ്വർടൈസ്മെന്റ്സിലൊക്കെ കാണുന്ന പോലെ ഒരു 1-on-1 മെന്റർഷിപ്പ് എന്നൊക്കെ പറയുന്ന സംഭവമൊന്നും ആക്ച്വലി ഇല്ല. ഞാൻ പഠിച്ചിരുന്ന ആ ഇയറിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആപ്പിനെ കുറിച്ച് പറയാം. സൈലത്തിന്റെ ആപ്പ് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കോഴ്സ് ഫീസ് പേ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി നമ്മുടെ ഫോൺ ഓർ ടാബ്ലറ്റിൽ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട്. സോ അതിൽ തന്നെ നമുക്ക് ആക്ച്വലി ഈ ആപ്പ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈൻ ഇപ്പൊ ഞാൻ ഹൈബ്രിഡ് സിസ്റ്റം ആണ് പഠിച്ചത്. സോ അതിന്റെ ഞാൻ പഠിച്ചത്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഓൺലൈൻ ഡേ കാണാനുള്ള എല്ലാ ക്ലാസ്സസും ആക്ച്വലി നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആപ്പിൽ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും പുതിയ വീഡിയോസ് അല്ല, മെജോറിറ്റിയും പുതിയ വീഡിയോസ് ആണ്. എന്നാൽ മേ ബി ഒരു 10% ഓഫ് വീഡിയോസ് ഒക്കെ പഴയ വീഡിയോസ് ആയിരിക്കും. അത് വെച്ച് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് ആ ലൈക്ക് വീഡിയോ എടുക്കുന്ന കാണാൻ നേരം നമുക്കറിയാം. എന്തായാലും ആപ്പൊക്കെ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്ത് ഒരു ഇൻഫിനിറ്റ് സീരീസ്, ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ലൈക്ക് നമുക്ക് അതിൽ പറയുന്ന പോലെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എടുക്കാം. മേ ബി ലൈക്ക് മീഡിയം വേണോ, ടഫ് വേണോ, ഈസി വേണോ, ആൻഡ് ഒരു ചാപ്റ്റർ മാത്രം മതി ഓർ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്ത് എക്സാം നടത്തണം എന്നൊക്കെയുള്ള രീതിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആയിരുന്നു അത്. അതൊക്കെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് ആ ആപ്പിൽ തന്നെ ഉണ്ട്, എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അതായിരുന്നു എന്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഞാൻ ത്രൂ ഔട്ട് കൊണ്ടുവരുന്ന ആപ്പ്. ആക്ച്വലി വീര എന്ന് പറഞ്ഞ ആപ്പായിരുന്നു. പിന്നെ നമുക്ക് അവസാനം ആവുമ്പോൾ അടിപൊളി കോഴ്സസിന്റെ ആപ്സ് അവർ നമുക്ക് അൺലോക്ക് ചെയ്ത് വരും. നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും അടയ്ക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റത്തെ നമ്മൾ അടച്ചൊരു പേയ്മെന്റ് തന്നെ ഇപ്പം XPL 3.0, അതുപോലെ തന്നെ LMRP സീരീസ്, എൻഡ് ഗെയിം എന്നൊക്കെ പറഞ്ഞ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്ത് തരും. ആൻഡ് അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ സുപ്പീരിയർ ക്വാളിറ്റി. നമുക്ക് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് ആക്ച്വലി ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ പോലും, ഞാൻ പറഞ്ഞ മെയ് മാസത്തിലെ എക്സാംസിൽ നമ്മളിപ്പോ ഒരു മാർച്ചിലൊക്കെ നമുക്ക് എന്തായാലും ഒരു 8 മണിക്കൂറുള്ള ഫുൾ ഓൺ വീഡിയോ നമുക്ക് കണ്ടുകൊടുക്കാൻ വേണ്ടി പറ്റില്ല, ഇൻ കേസ് എന്തെങ്കിലും ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ടെങ്കിൽ പോലും. അപ്പൊ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്തിരുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ LMRPയിലോ അല്ലെങ്കിൽ എൻഡ് ഗെയിമിലോ ഒക്കെ ക്ലാസ്സസ് വെച്ചിട്ടാണ്. സോ അതൊക്കെ ആക്ച്വലി അടിപൊളി ക്ലാസ്സസ് ആയിരുന്നു. എനിക്ക് അതിലൊക്കെ ഞാൻ ആക്ച്വലി 5/5 തന്നെ കൊടുക്കും. പിന്നെ പറയുന്നത് എക്സാംസ് മോശമാണെന്ന് കുറെ പേര് പറയുന്നത് കേട്ടു. ലൈക്ക് സൈലത്തിൽ എക്സാംസ് അത്രയ്ക്ക് ടഫ്നെസ് ഇല്ല എന്നൊക്കെ ഉള്ളത്. അതൊക്കെ വെറുതെയാണ്. എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആക്ച്വലി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. അതിലൊന്നും എനിക്ക് വേറെ മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്താണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയുണ്ട്. ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ഹാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് എക്സാംസ് ഒക്കെ എല്ലാം നല്ല എക്സാംസ് ആയിരുന്നു. പക്ക ക്വസ്റ്റ്യൻസ്, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെയായിരുന്നു എക്സാംസ്. അബൌട്ട് ദ ലാസ്റ്റ് പോയിന്റ്, മെറ്റീരിയൽസിനെ കുറിച്ച്. എന്തൊക്കെ മെറ്റീരിയൽസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ മെയിൻ ഫീച്ചർ, അവരുടെ അട്രാക്റ്റീവ് ഫീച്ചറാണ് ഓഫ്ലൈൻസിൽ അവർ കൊടുക്കുന്ന DPPs. സോ DPPs നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോഴ്സ് പേയ്മെന്റ് നടത്താൻ നേരത്ത് തന്നെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിനെ കുറിച്ച് വേണമെങ്കിൽ സൈഡിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. മെറ്റീരിയൽസിന്റെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു ബഞ്ച് ഓഫ് ചാപ്റ്റേഴ്സ് കഴിയാൻ നേരത്ത് നമുക്ക് പുതിയ DPPs കിട്ടിക്കൊണ്ടിരിക്കും ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ കോഴ്സ് വരെയും. അത് DPPs വെച്ചിട്ട് തന്നെയാണ് ഞാൻ മെജോറിറ്റിയും പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അവസാനം ആവുമ്പോൾ നമുക്ക് DPPസിലുള്ള എല്ലാ കണ്ടന്റും റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. ആൻഡ് നീറ്റ് ടോപ്പേഴ്സ് ഒക്കെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഞാനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് വെച്ചിട്ട് തന്നെയാണ് മാർച്ചിലും ഏപ്രിലും ഒക്കെ
നമ്മുടെ മോക്ക് എക്സാംസ് മോക്ക് എക്സാംസ് വരുമ്പോൾ ആക്ച്വലി ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രം മൈ ഷോർട്ട് നോട്ട്സ് തന്നെയാണ്. അല്ലാണ്ട് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത് DPPs ഉണ്ട്, സൈലത്തിന്റെ മൈൻഡ് മാപ്സ് ഉണ്ട്, പിന്നെ ഒരു 3 മെറ്റീരിയൽസ് ഉണ്ട്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ ബാങ്ക്സ്, പഞ്ച് എന്ന് പറയും ക്വസ്റ്റ്യൻ ബാങ്ക്സ്. സോ അതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആക്ച്വലി അസേർഷൻ, റീസൺ ടൈപ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൈലം പഞ്ച് എന്ന് പറയും. ദാറ്റ് ഇസ് ബേസിക്കലി ക്വസ്റ്റ്യൻ ബാങ്ക്സ്. അപ്പൊ അതും അതിന്റെ ഒരു 3 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെന്താണ്, പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്റെ സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു നീറ്റ് ആസ്പിറന്റ് ആണെങ്കിൽ ഐ ക്യാൻ ഗിവ് യു എ ബുക്ക്. ഞാൻ പറഞ്ഞല്ലോ ഈ ഫിസിക്സ് പഞ്ച് എന്നുള്ളത്. ഇതെനിക്ക് ആക്ച്വലി എന്റെ 2025 എനിക്ക് കിട്ടിയൊരു മെറ്റീരിയൽ ആണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഷിപ്പ് യു ദാറ്റ്, ബിക്കോസ് എന്റെ ചാനൽ ഓൾറെഡി 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഷോർട്ട് ഹാപ്പിനെസ് എനിക്കും നിങ്ങൾക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. സോ അത് വേണമെന്നുള്ളത് ആക്ച്വലി വേറെ ഒന്നും ചെയ്യേണ്ട. കമന്റ് ബോക്സിൽ ഫിസിക്സ് പഞ്ച് ആൻഡ് ഒരു റെഡ് ലവ് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. എന്റെ വീഡിയോ ഈ ലാസ്റ്റ് വരെ കണ്ടവർക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യുക. ഞാൻ റാൻഡമായിട്ട് കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ട് ഒരാൾക്ക് ഞാനത് ഫ്രീ ആയിട്ട് ഷിപ്പ് ചെയ്ത് കൊടുക്കാം. അത് എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്ത് വീഡിയോസ് വേണമെന്നുള്ളതും കൂടെ ജസ്റ്റ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോസ് കൊണ്ടുവരാം. ഓക്കെ, ബൈ.